ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ഹോം ഷോപ്പിൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പം ഓൾ ന്യൂ എയ്തർ 450Xനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു EV വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. This is the future. Evolution. കിട്ടണേ. അപ്പോൾ നമ്മളെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ എയ്തറിൻ്റെ തന്നെ 450X, അതായത് എയ്തർ ഇറക്കിയിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ നിൽക്കുന്ന, അതായത് ഫുള്ള് ഫീച്ചേഴ്സ് എനേബിൾഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എഡീഷൻ പോലെയുള്ള ഒരു കളറാണ്, അത് നാഡോ ഗ്രേ എന്ന് പറയും. നോർമലി ഒരു BMWൻ്റെയൊക്കെ സീരീസിലൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ്. വേറൊരു വണ്ടികളിൽ ഈ ഒരു കളർ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആഫ്റ്റർ മാർക്കറ്റ് ഈ കളർ ചെയ്യുന്നുണ്ട്, കാറിലല്ല, സ്പോർട്സ് കാറിലല്ല. അപ്പം ആ ഒരു കളറാണ്, ഇതൊരു യുണീക്ക് കളറാണ്. നോർമലി എനിക്ക് തോന്നുന്നു ബ്ലാക്കും പിന്നെ വേറെ ഏതൊക്കെ കളർ വരുന്നുണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു വണ്ടി ഈ ഒരു കളറിലെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ എഡീഷൻ പോലെയാണ്, ആ ഒരു റെഡും കൂടെ വരുമ്പോൾ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 450X എന്നുള്ളൊരു ബാഡ്ജിങ്, പിന്നെ LED ലൈറ്റാണ് വരുന്നത്. LED ലൈറ്റ് ഓൾ ടൈം ഓണായി കിടക്കും. നമ്മളിപ്പം സ്വിച്ച് ഓണായി കഴിഞ്ഞാൽ എപ്പോഴും ഓണായിട്ട് തന്നെ ആയിരിക്കും കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിലും എയ്തർ എന്ന് പറഞ്ഞ് ചെറിയൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്പർ ബോർഡ് കാര്യങ്ങൾ, പിന്നെ ഇവിടെ DRL വരുന്നുണ്ട്. ഇവിടെ രണ്ട് സൈഡ് DRL വരുന്നുണ്ട്. ഇതിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബാക്കിലോട്ട് വന്നാൽ അത്യാവശ്യം ഡ്രൈവറിന് നല്ല വിസ്തീർണമായിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ, കോ പാസഞ്ചറിന് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ, വലിയൊരു ഗ്യാബ് റെയിൽ, നല്ല പിടിച്ച് വണ്ടി നീക്കാനും മൂവ് ചെയ്യാനൊക്കെ നല്ല ഇതുള്ളതാണ്. പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ എയ്തർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഇതിലിപ്പോൾ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്ത രണ്ട് സംഭവം ഇതേപോലുള്ള സ്റ്റിക്കറിങ്ങും പിന്നെ ഈ ഒരു സംഭവം, നമ്മളൊരു ഡുക്കാട്ടിയുടെയൊക്കെ ഒരു ഫീൽ വരുന്ന ടൈപ്പ് ഓഫ് സംഭവമാണ്. വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലുമിനിയത്തിലാണ് വണ്ടി ഫുൾ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഫൈബർ പാർട്സാണ്. ഞാൻ പറഞ്ഞത് മെയിൻ സ്ട്രക്ചർ വരുന്നത് അലുമിനിയമാണ്. പിന്നെ ഇതിൽ ബാറ്ററി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിലാണ് ബാറ്ററി വരുന്നത്. കാരണം ഈ ഒരു പോർഷനിൽ വെച്ചിരിക്കുന്നതിന് 2-3 കാരണമുണ്ട്. ഒന്ന്, വണ്ടി നല്ല ഡൗൺ ഫോഴ്സ് ഉണ്ടാവും, നല്ല രീതിയിൽ വണ്ടി സ്റ്റെബിലിറ്റി കിട്ടും. അതൊന്ന്. രണ്ടാമത്, നല്ലൊരു ഏരിയ കവർ ചെയ്തിരിക്കും. അത് നമുക്ക് വണ്ടി ഓട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഒരു പക്ക എഞ്ചിനീയർഡ് എന്ന് വേണമെങ്കിൽ പറയാം വണ്ടി. പിന്നെ ഇവിടെ ആണ് ഇതിൻ്റെ ഒരു മോട്ടർ വരുന്നത്. പിന്നെ ബാക്കിലോട്ട് നോക്കിയാൽ ബാക്കും ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ പേഴ്സണലി ഫ്രണ്ടിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്കിലത്തെ ടെയിൽ ലൈറ്റാണ്. ഒരു വണ്ടി മൊത്തത്തിലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ്. നമ്മൾ ഈ സൈബർ പങ്കിലൊക്കെ കാണുന്ന വണ്ടികൾ പോലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ്. പിന്നെ ഈ എല്ലാ ഇലക്ട്രിക് വണ്ടികളും പോലെ ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത് വണ്ടി. ഇവിടെ നിന്നൊരു മോട്ടറിൽ നിന്ന് ഒരു ബെൽറ്റ് കണക്ഷൻ വന്നിട്ടാണ് വീലിലോട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു കേസ്, നമുക്ക് മറ്റേ ആക്റ്റീവയിലൊക്കെ ഉള്ള പോലെ ഇങ്ങനെ നൂത്ത് വയ്ക്കാതെ തന്നെ ചവിട്ടിയിരിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. അപ്പോൾ അതും കുറച്ച് ആ ഒരു ഡിസൈനിൻ്റെ മികവെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് വണ്ടിയിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സീറ്റ് ഹൈറ്റ് ഉണ്ട്. എനിക്ക് 175 ഹൈറ്റ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡ് കുറച്ച് വെറൈറ്റി സ്റ്റാൻഡാണ്. നോർമൽ ഇരുമ്പ് പോലെയൊന്നുമല്ല, അലുമിനിയമാണ്. നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡുക്കാട്ടി ബൈക്കിൻ്റെയൊക്കെ ഉള്ളിൽ കയറിയിരിക്കും പോലെ സ്റ്റാൻഡ് ബോഡിക്ക് ഉള്ളിലോട്ട് കയറിയിരിക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പുറമേ കാണുന്നതിനേക്കാളും ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു LED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മളെ കാറിൽ എന്തൊക്കെ അറിയാൻ പറ്റുമോ അതേപോലെ ഫുൾ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ് ഇതിനുള്ളിൽ വരുന്നത്. ഈക്കോ, റൈഡ്, സ്പോർട്സ്, വാർപ്പ്, അങ്ങനെ 4 മോഡ്സാണ് വരുന്നത്. ആ മോഡ്സ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണിത്. ഇത് ഇഗ്നിഷൻ സ്വിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിംഗ് കൺസോൾ പോലെ ഒരു ജോയ്സ്റ്റിക്ക് കാണാം. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ടച്ച് ആണെങ്കിൽ പോലും വൈൽ ഡ്രൈവിങ് നമുക്ക് ഇതായിരിക്കും കുറച്ചുകൂടി കംഫോർട്ട്. കാര്യങ്ങൾ ബ്രൈറ്റ്നസ് കൂട്ടാനും നാവിഗേഷന് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ. അല്ലാത്ത പക്ഷം മഴയാണെങ്കിൽ നമുക്ക് ടച്ച് റെസ്പോൺസ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്തിട്ട്
കൺട്രോൾ ചെയ്യാം. ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ഇത് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സാണ്. ഇൻഡിക്കേറ്റർ ഒരു പ്രത്യേകതരം ഒരു വാർണിംഗ് അലാറം പോലെ ഒരു സൗണ്ടാണ്. അത് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കേൾക്കാം. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നമുക്കൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യും പോലെ തന്നെ ഇത് യൂസ് ചെയ്യാം. ഇവിടെ കൺട്രോൾസ് കാര്യങ്ങൾ, പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാപ്പ്, ഗൂഗിൾ മാപ്പ് കാര്യങ്ങൾ, ഇവിടെ റേഞ്ച്, സ്പീഡോമീറ്റർ, ടൈം, ബ്ലൂടൂത്ത്, പിന്നെ നമ്മുടെ ഫോണിലൊരു ആപ്പ് വരുന്നുണ്ട്. അതുവഴി നമുക്കിതിലുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനും മാപ്പ് നാവിഗേഷൻ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നുള്ളത് റിവേഴ്സ് ഗിയറാണ്. റിവേഴ്സ് ഗിയർ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്വിച്ച് താത്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി റിവേഴ്സ് പോകും. നമ്മളിപ്പോൾ ഒരു കൺജസ്റ്റഡ് ഏരിയയിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബാക്കിലോട്ട് തള്ളി നീക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിൽ താത്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കിലോട്ട് പോവും. അടുത്ത് നമുക്ക് ഒന്നും കൂടെ താക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് പോവും. ഇതൊരു 5 കിലോമീറ്റർ സ്പീഡ് വരെയാണ് പോകുന്നത്. അതും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ബാക്കിലോട്ടൊക്കെ കയറ്റമാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാൻ പാടാണ്. പക്ഷേ ഈ ഒരു ഫീച്ചർ വേണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ കയ്യിലിരുന്ന RC-യിലാണ്. നമുക്കിതേപോലെ ബാക്കിലോട്ട് തള്ളി കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് തള്ളി നീക്കാൻ. ഇതൊക്കെ പിന്നെയും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇതില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ബാക്കിലോട്ട് വലിച്ച് നീക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഓട്ടോ ഹോൾഡായിട്ട് നിന്നോളും വണ്ടി. അങ്ങനെ ഒരു ഫീച്ചറും കൂടെ ഇതിലുണ്ട്. നമ്മളത് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി റിലീസായി ബാക്കിലോട്ട് പൊയ്ക്കോളും. പിന്നെ ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓട്ടിച്ചും കൂടെ നോക്കാം. കാരണം ഇത് മെയിനായിട്ട് ഓട്ടിച്ച് നോക്കേണ്ട ഒരു വണ്ടിയാണ്. കാരണം നമ്മൾ ഇലക്ട്രിക് വണ്ടിയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് എൻ്റെ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ മനസ്സിൽ നോർമൽ ഒരു കളിപ്പാട്ട് ഓട്ടിക്കും പോലെയാണ് ഫീൽ എന്നാണ് നമ്മളൊരിത്. ഇനി റിയൽ ലൈഫിൽ ഓട്ടിച്ച് നോക്കി അറിയാൻ പറ്റും. ഈ പറഞ്ഞ ഈക്കോ, റൈഡ്, സ്പോട്ട്, വാർപ്പ്, ഈ 4 മോഡ്സും ഇട്ട് ഓട്ടിക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കാം. കീ ഇടുക, ഇഗ്നിഷൻ ഓണ്, ഇപ്പം ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരും. ബ്രേക്ക് പിടിക്കുക, ജസ്റ്റ് ഒന്ന് വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ക്ലിങ് എന്നൊരു സൗണ്ട് മാത്രം കേൾക്കും. പിന്നെ വണ്ടി ഓണാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈക്കോയിലിട്ട് നോക്കാം. എക്കോയിലിട്ടിട്ട് എങ്ങനെയുണ്ട് പവർ കാര്യം. നമ്മളിപ്പോൾ 2 പേരുണ്ട്, 2 പേര് വെച്ചുകൊണ്ടുള്ള വലിവാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള 2 പേര് ഇരിക്കുകയാണെങ്കിൽ സ്പോട്ടാണ് പക്ക. അതായത് കുത്തുകയറ്റം കയറി പൊയ്ക്കോളും. കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി നമ്മളെ വലിച്ചുകൊണ്ടങ്ങ് പൊയ്ക്കോളും. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈക്വൽ തന്നെ റണ്ണിങ്ങിലാണെങ്കിൽ കയറി അങ്ങ് പൊയ്ക്കോളും. നമുക്ക് അത് നോക്കാം. ഇപ്പോൾ ഈക്കോ ആണ്. ഈക്കോയിൽ 90% ചാർജിൽ 98 കിലോമീറ്റർ ഓടുമെന്നാണ് ഇപ്പം കാണിക്കുന്നത്. നമുക്ക് നോർമലി ഇങ്ങനെ പോകാൻ റിലാക്സ് ചെയ്ത് പോകാൻ ഈക്കോ തന്നെ ധാരാളമാണ്. ഇപ്പം ഇത് അത്യാവശ്യം കയറ്റമാണ്. നമ്മൾ 2 പേര് ഇരുന്ന് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നിർത്തിയിട്ടെടുക്കുമ്പോഴാണ് കൂടുതൽ പവറിൻ്റെ ആവശ്യം വരുന്നത്. ഈ എക്കോയും റൈഡും നോർമലി സിറ്റിയിലാണ് സുഖം. കാരണം വലിയ തേരിയോ അങ്ങനെ ഒന്നുമില്ല, നിരപ്പ് റോഡാണ്, സിഗ്നലിൽ അങ്ങനെ പോയി ഇതാണ് സുഖം. ഇപ്പോൾ റൈഡാണ്. റൈഡിൽ അത്യാവശ്യം സ്പീഡുണ്ട്. ഇതിലൊക്കെ ഒരു നോർമൽ സ്കൂട്ടറിൻ്റെ സ്പീഡാണ്. ഒരു KTM-ൻ്റെ ഒരു DNA കയറി വരണത്, അല്ലെങ്കിൽ ആ ഒരു പവർ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വാർപ്പിലാണ്. നമുക്ക് സ്പോർട്സ് ഇട്ട് നോക്കാം. ഇതിപ്പോൾ സ്പോർട്സാണ്. സ്പോർട്സിൽ വണ്ടി വലിച്ചുകൊണ്ട് പോവും. പക്ഷേ എടുത്ത് വലിച്ചുകൊണ്ട് പോകുന്നത് വാർപ്പിലാണ്. അതിപ്പോൾ നമുക്ക് ബൈക്ക് പോകും പോലെ തന്നെ നല്ല സ്പീഡിൽ പോവാം. നല്ല സ്റ്റെബിലിറ്റിയാണ് വണ്ടി ഓട്ടിക്കാൻ. നമുക്ക് ഓവർടേക്കൊക്കെ ചെയ്ത് സുഖമായിട്ട് കയറിപ്പോവാം. പിന്നെ സസ്പെൻഷനൊക്കെ ഭയങ്കര സ്മൂത്താണ്. ഇതിപ്പോൾ നമ്മൾ സ്പോർട്സിലാണ്. പിന്നെ അടുത്ത് നമുക്ക് വാർപ്പിട്ട് നോക്കാം. വാർപ്പിട്ട് കഴിഞ്ഞാൽ ഈ വാർപ്പിലാണ് ഞാൻ പറഞ്ഞ സംഭവം. അതുകൊണ്ടോ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കിലോട്ടൊരു വലിയുണ്ട്. പിന്നെ നമുക്ക് ഈ റോഡിൽ തന്നെ ഈക്കോ ഇട്ടാൽ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈക്കോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്പീഡിൽ റിലാക്സ് ചെയ്ത് പോകാനാണെങ്കിൽ പൊയ്ക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടി ഓട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. എൻ്റെ അടുത്ത് എത്ര മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ 100-ൽ 100 കൊടുക്കും. കൈയൊക്കെ വിട്ടാൽ നല്ലൊരു സ്റ്റെബിലിറ്റിയാണ്. വണ്ടി അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്ക് വണ്ടിയിൽ ബാക്ക് മോണോ ഷോക്കാണ് വരുന്നത്. അതും അത്യാവശ്യം നല്ല കംഫർട്ടാണ്. നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകാം കേട്ടോ. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ വെള്ളത്തിൽ ഇറക്കി കൂടാ, ഇതിലിറക്കി കൂടാ, അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കും.
പിന്നെ അത്യാവശ്യം നല്ല സൈസുള്ളവർക്ക് ഒരു ചെറിയ വണ്ടി പോലെ തോന്നുമെങ്കിലും അത്യാവശ്യം ലുക്കാണ് സംഭവം. ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു 3 റൂൾസാണ്. ഒന്ന്, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക്, അതായത് മിക്ക വണ്ടികളും 5 വർഷമാണ് വാറണ്ടി വരുന്നത് ബാറ്ററി. അപ്പോൾ ആ 5 വർഷത്തിൽ നമ്മൾ മാക്സിമം ഓടി മുതലാക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 3 വർഷത്തിനകത്ത് തന്നെ വണ്ടി മുതലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരിടത്ത് പോകുന്നുണ്ടെങ്കിൽ ഫോണ് വാച്ചൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ മുൻകൂട്ടി ചാർജ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. പിന്നെ ഒരു 20% താഴെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കല്. ഫസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മൾ ചാർജ് ചെയ്തോണം. അപ്പോൾ ഈ 3 പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ EV സുഖമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. 1,80,000 ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ, അതായത് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ടോപ്പ് എൻഡ് വണ്ടിക്ക് വരുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കിട്ടുകയുള്ളൂ. നമ്മളൊരു വണ്ടിയുടെ റിവ്യൂ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇതിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നതിനേക്കാളും ഒരു യൂസ് ചെയ്ത ഒരാൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പുള്ളിക്ക് റിയൽ ലൈഫിൽ എന്തൊക്കെ ഫീച്ചറാണ് ഇതിൽ യൂസായത്, എന്തൊക്കെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യില്ല എന്നുള്ളത്. കാരണം വണ്ടി അവർ 1,80,000 ആക്കാൻ വേണ്ടിയിട്ട് പല ഫീച്ചേഴ്സ് തരും. പക്ഷേ ചിലപ്പം ചില ഫീച്ചേഴ്സൊന്നും നമുക്ക് റിയൽ ലൈഫിൽ ആവശ്യം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇത് നമ്മൾ മൊത്തത്തിൽ വണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മൾ എയ്തറിൻ്റെ ഇന്നത്തെ വീഡിയോ. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, യൂസ്ഫുള്ളായെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. EV എടുക്കാൻ നിൽക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this,